അത്ഭുതങ്ങളുടെ ആധിക്യം കൊണ്ട് ഇത്രയും അത്ഭുതം ചെയ്തിട്ടുള്ള മറ്റൊരു വിശുദ്ധനുണ്ടോ എന്ന് പോലും വിശുദ്ധ വിൻസെന്റ് ഫെററുടെ ജീവിതത്തിലൂടെ കടന്നു പോകുമ്പോൾ നാം വിസ്മയം കൊള്ളും. വിശുദ്ധനായി പ്രഖ്യാപിക്കുന്നതിന്റെ ഭാഗമായി അദ്ദേഹത്തിന്റെ മധ്യസ്ഥതയിലുണ്ടായ ഒന്നും രണ്ടും അത്ഭുതങ്ങളല്ല, 892 അത്ഭുതങ്ങളാണ് സഭ അംഗീകരിച്ചത്. 1407 ഒരു ഓശാന ഞായറാഴ്ച അൻഡാലൂഷ്യയിൽ വിശുദ്ധ വിൻസെന്റ് ഫെറർ പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അത് കേൾക്കാനെത്തിയവരിൽ ഒരു യഹൂദനും ഉണ്ടായിരുന്നു. സ്ഥലത്തെ പ്രധാനിയായ അയാളുടെ പേര് അബ്രഹാം എന്നായിരുന്നു. വിശുദ്ധ വിൻസെന്റിന്റെ ധ്യാന പ്രസംഗം കേട്ടപ്പോൾ അയാൾ വളരെയധികം കോപാകുലനായി വിശുദ്ധനെതിരെ എണീറ്റ് നിന്ന് ദേഷ്യം പ്രകടിപ്പിച്ചു. ആളുകൾ അയാൾക്കെതിരെ പ്രതികരിക്കാൻ തുടങ്ങിയപ്പോൾ വിശുദ്ധൻ ഇടപെട്ട് രംഗം ശാന്തമാക്കുകയും അബ്രഹാമിനെ പോകാൻ അനുവദിക്കുകയും ചെയ്തു. അയാൾ ഹോൾ വിട്ട് പുറത്തേക്ക് ഇറങ്ങിയതും പൂമുഖത്തിന്റെ ഒരു ഭാഗം പൊട്ടി അടർന്നു വീണു. അയാൾ അതിനടിയിൽപ്പെട്ട് മരണമടഞ്ഞു. ആളുകളെല്ലാം ഈ രംഗം കണ്ട് ഞെട്ടിത്തരിച്ചു നിന്നുപോയി. വിശുദ്ധൻ പെട്ടെന്ന് തന്നെ അവിടേക്കെത്തി. മൃതദേഹത്തിന് സമീപം മുട്ടുകുത്തി നിന്ന് വിശുദ്ധൻ പ്രാർത്ഥിച്ചു. ആ നിമിഷം ജൂതൻ ജീവിതത്തിലേക്ക് തിരികെ വന്നു. അപ്പോൾ അയാൾ പറഞ്ഞ ആദ്യ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: യഥാർത്ഥ വിശ്വാസം എന്ന് പറയുന്നത് ക്രൈസ്തവരുടേതാണ്. വിശുദ്ധന്റെ പ്രസംഗം കേട്ട് ഇത്തരത്തിൽ മാനസാന്തരപ്പെട്ട യഹൂദരുടെ എണ്ണം അസംഖ്യമാണ്.